വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തെ ഞെട്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPIM നേതാക്കളും പ്രവർത്തകരുമാണ് കുറ്റക്കാർ. 10 പേരെ കോടതി വെറുതെ വിട്ടു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതി അടുത്ത വെള്ളിയാഴ്ച ശിക്ഷ വിധിക്കും. പ്രതിപ്പട്ടികയിലെ 24 പേരിൽ 14 പേർ കുറ്റക്കാരെന്നാണ് കോടതി കണ്ടെത്തിയത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിഞ്ഞു. CPIM പെരിയ ലോക്കൽ കമ്മിറ്റി മുന്നംഗം A പീതാംബരൻ, CJ സജി, KM സുരേഷ്, K അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, A അശ്വിൻ, സുബീഷ് എന്നിവരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇവർക്കെതിരായ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. 10-ാം പ്രതി T രഞ്ജിത്ത്, 14-ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, 15-ാം പ്രതി വിഷ്ണു സുര, 20-ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21-ാം പ്രതി രാഘവൻ വെളുത്തോളി, 22-ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഇവർക്കെതിരെ തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കൽ, ഗൂഢാലോചന കുറ്റങ്ങളാണ് തെളിഞ്ഞിട്ടുള്ളത്. 1 മുതൽ 8 വരെ പ്രതികളായിരുന്നു ഹിറ്റ് ടീമിലുണ്ടായിരുന്നത്. 8 പേർക്കും കൺവിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ 10-ാം പ്രതിയും 15-ാം പ്രതിയും 15-ാം പ്രതിയായിട്ട് പിന്നെ CBI ആഡ് ചെയ്ത പ്രതികളാണ്. 15 പിന്നെ അവസാനത്തെ MLAയും മറ്റുമൊക്കെയുള്ള നേതാക്കൾ 3 പേര്. രണ്ടാമത് CBI ചാർജ് ഷീറ്റിലെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ പ്രതികളിലും കുറച്ച് പേർക്ക് കൺവിക്ഷൻ വന്നിട്ടുണ്ട്. കേസ് ആദ്യം അന്വേഷിച്ച പോലീസും ക്രൈംബ്രാഞ്ചും 14 പേരെയാണ് പ്രതി ചേർത്തത്. ഇതിൽ 10 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പിന്നീട് കേസന്വേഷിച്ച CBI അധികമായി പ്രതി ചേർത്ത 10 പേരിൽ 4 പേർ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി. ഫൗണ്ട് ഗിൽറ്റി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് 24 പ്രതികളിൽ 10 പേരെയാണ്. 302 മെയിൻ ഞാൻ പറയുന്നത് 302-ാം വകുപ്പ് പ്രകാരം 1 മുതൽ 8 വരെ പ്രതികളും 10ഉം 15ഉം പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിന് പുറമെ ഇന്നിപ്പോൾ കോടതി ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞിട്ടുള്ളതിൽ A14-ഉം A20-ഉം 21, 22 ഈ 4 പ്രതികളെ സെക്ഷൻ 225 IPC പ്രകാരവും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2-ാം പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് മുൻ MLA ആയ KV കുഞ്ഞിരാമൻ ചെയ്ത കുറ്റം. തൽക്കാലം പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ. 20 മാസങ്ങളോളം നീണ്ട വിചാരണ നടപടിക്കൊടുവിലാണ് CBI കോടതി ജഡ്ജി N ശേഷാദ്രിനാഥൻ കേസിൽ വിധി പറഞ്ഞത്. ശിക്ഷ കുറക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ കുടുംബ പ്രാരാബ്ദങ്ങളും മറ്റും കോടതിയിൽ പറഞ്ഞു. കൊലപാതകത്തിൽ പങ്കില്ലെന്നും ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നുമാണ് 15-ാം പ്രതി സുരേന്ദ്രൻ കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ അടുത്ത വെള്ളിയാഴ്ച കോടതി വിധിക്കും. റിപ്പോർട്ടർ, കൊച്ചി.